നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. നൂറ്റാണ്ട് പഴക്കമുള്ള എരമല്ലൂർ പൈങ്ങാകുളം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ആദ്യമായി കൊടിയേറ്റുത്സവം അരങ്ങേറുന്നു. കൊടിയേറ്റിന് മുന്നോടിയായി പുതുതായി നിർമ്മിച്ച ആനപ്പന്തലിൻ്റെയും ആനകൾക്ക് പകരമായി എഴുന്നള്ളിക്കപ്പെടുന്ന തങ്കരഥത്തിൻ്റെയും സമർപ്പണവും നടക്കുന്നതാണെന്ന് ദേവസ്വം പ്രസിഡന്റ് KS സുരേന്ദ്രനാഥൻ നായർ അധ്യക്ഷത വഹിച്ച ദേവസ്വം ഭാരവാഹികളുടെ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പൈങ്ങാകുളം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് തിരുവുത്സവം നടക്കുക. ഏതാണ്ട് 4000 വർഷത്തോളം പഴക്കം ഉള്ള ഒരു ക്ഷേത്രമാണ് ഈ പൈങ്ങാകുളം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. അത് ഒരു കുടുംബക്കാരുടെ കൈവശം തന്നെ എരമല്ലൂര് പേര് കേട്ട പെരികൽ കുടുംബക്കാരുടെ കൈവശം ഇരിക്കുന്ന ക്ഷേത്രവും സ്ഥലവുമാണ്. പണ്ടുകാലത്ത് ഋഷിവര്യൻ സ്ഥാപിച്ച ക്ഷേത്രം ഇടപ്പള്ളി സ്വരൂപത്തിന് കീഴിൽ മഹാക്ഷേത്രമാവുകയും കാലാന്തരത്തിൽ പ്രമുഖ നായർ കുടുംബമായ പിരകൽ കുടുംബത്തിൻ്റെ അധീനതയിൽ വരികയും ചെയ്തതായാണ് ഐതിഹ്യം. പിൽക്കാലത്ത് എരമല്ലൂർ 804 നമ്പർ NSS കരയോഗം ക്ഷേത്രം ഏറ്റെടുത്തു. ക്ഷേത്രം വളരെ ജീർണാവസ്ഥയിലായ ഘട്ടത്തിലൊക്കെ ഈ പ്രദേശത്തുള്ള ഒരുപറ്റം ചെറുപ്പക്കാർ ഒരു നേരം പൂജയും പിന്നെ 2 നേരം പൂജയും പിന്നെ തുടർന്നങ്ങോട്ട് എല്ലാ വർഷവും സപ്താഹം നടത്തി ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തെ ഉയർത്താൻ ശ്രമിച്ചു. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലും നിർമ്മാണം തുടങ്ങുകയും 2024 ഏപ്രിൽ മാസം അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഇതിൻ്റെ കലശം നടത്തി എല്ലാ വർഷവും മേടമാസത്തിലെ പുണർന്നം നക്ഷത്രത്തിൽ ആറാട്ട് വരുന്ന നോക്കി തിരുവുത്സവം നടത്താൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം ഈ ക്ഷേത്രത്തിൽ ആദ്യമായി തിരുവുത്സവം നടക്കാൻ പോകുന്നു. ഏപ്രിൽ 27 ഞായറാഴ്ച വൈകിട്ട് പുതുതായി നിർമ്മിച്ച ആനപ്പന്തലും തങ്കരഥവും ക്ഷേത്രത്തിനായി സമർപ്പിക്കപ്പെടും. ഏപ്രിൽ 28 തിങ്കളാഴ്ച വൈകിട്ടാണ് തിരുവുത്സവം കൊടിയേറുന്നത്. ആനപ്പന്തൽ സമർപ്പണം NSS ചേർത്തല താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണനും തങ്കരഥം സമർപ്പണം ആലുവ CMRL ജനറൽ മാനേജർ NS ബാലകൃഷ്ണ കർത്തയും നിർവഹിക്കും. ചടങ്ങിൽ തങ്കരഥ ശില്പി മഹേശൻ ആചാര്യയെ ആദരിക്കും. സംഭാവനകൾ ഒഴിച്ചാൽ തങ്കരഥ നിർമ്മാണത്തിന് ക്ഷേത്രത്തിന് 15 ലക്ഷം രൂപ ചെലവായതായി പത്രസമ്മേളനത്തിൽ അറിയിച്ചു. അടുത്ത കാലത്തായി അരൂർ ശ്രീകുമാരവിലാസം ക്ഷേത്രത്തിലും ഇത്തരം ഒരു രഥം ഒരുക്കിയിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ രൂപഭംഗിയോടെയാണ് പുതിയ രഥം എഴുന്നള്ളിപ്പിനായി ഒരുങ്ങുന്നത്. എരമല്ലൂർ കാര്യമംഗലത്ത് പങ്കജാക്ഷി അമ്മയുടെ വകയായി കാണിക്കവഞ്ചിയും അന്നേ ദിവസം സമർപ്പിക്കപ്പെടും. ഏപ്രിൽ 28 തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്കാണ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ പ്രസാദ് നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെയും മേൽശാന്തി ബ്രഹ്മശ്രീ രാഘവേന്ദ്രൻ എമ്പ്രാന്തിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടക്കുന്നത്. മെയ് 3 ശനിയാഴ്ച തിരുവാറാട്ടോടുകൂടി ഉത്സവം പര്യവസാനിക്കും. ഉത്സവ ദിവസങ്ങളിൽ വയലിൻ സംഗീതാരാധന, വീണാനാദ വിസ്മയം, സോപാന സംഗീതം, കരോക്കെ ഗാനമേള, ശ്രീകൃഷ്ണ ഭാരതം ബാലെ, മേജർ സെറ്റ് പാണ്ടിമേളം, തായമ്പക, തിരുവാതിര, നാടകം തുടങ്ങിയവയാണ് പ്രത്യേക പരിപാടികൾ. ആശാ സുരേഷ് സോപാന സംഗീതം എല്ലാ ദിവസവും വളരെ നല്ല പരിപാടികളുണ്ട്. പുറത്താണ് 2 സ്റ്റേജാണ് ഒരു ദിവസം ഉള്ളത്. ക്ഷേത്രകലകളെ അന്നത്തെ അടുത്ത സ്റ്റേജിൽ, ബാക്കി പരിപാടികളിൽ വലിയ സ്റ്റേജിലാണ്. ഒരുപാട് പഴക്കമുള്ള ക്ഷേത്രമാണ്. 1 നൂറ്റാണ്ടിന് ശേഷമാണ് ഈ ഉത്സവം നടക്കുന്നത്. ആദ്യമായി നടത്തപ്പെടുന്ന ഉത്സവത്തിനും തങ്കരഥ സമർപ്പണത്തിനും ആനപ്പന്തൽ സമർപ്പണത്തിനും സാക്ഷികളും സഹായികളുമാകാൻ ഭക്തജനങ്ങളെ സാദരം ക്ഷണിക്കുകയാണ് ദേവസ്വം ഭാരവാഹികൾ. ഇതു സംബന്ധിച്ച പത്രസമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് KS സുരേന്ദ്രനാഥൻ നായർ, സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ, ഖജാൻജി ഉണ്ണികൃഷ്ണൻ നായർ, വൈസ് പ്രസിഡന്റ് സുകുമാരൻ നായർ, കരയോഗം സെക്രട്ടറി PP രാജേന്ദ്രൻ, ഉത്സവ കമ്മിറ്റി കൺവീനർ D ശിവൻകുട്ടി, ജോയിന്റ് കൺവീനർ ജയരാമൻ, പബ്ലിസിറ്റി കൺവീനർ രാധാകൃഷ്ണൻ, ഫിനാൻസ് കമ്മിറ്റി കൺവീനർ പത്മകുമാർ മാങ്ങാട്ട്, ഫുഡ് കമ്മിറ്റി കൺവീനർ അനിൽകുമാർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കൃഷ്ണദാസ്, ക്ഷേത്രം കമ്മിറ്റി അംഗങ്ങളായ AD വേണുഗോപാൽ, ജയരാമൻ കാട്ടിശ്ശേരി, KG ബിപിൻ തുടങ്ങിയവർ പങ്കെടുത്തു. പാർത്ഥസാരഥി ഭാവത്തിൽ വിളങ്ങുന്ന മൂർത്തിയാണ് ക്ഷേത്രത്തിലെ വിഗ്രഹം എന്നതിനാൽ തങ്കരഥത്തിന് ഏറെ പ്രസക്തിയുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു.